സുനിതാസ് വേൾഡ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡൊക്കെ വളരെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ആരും പുറത്തിറങ്ങാതിരിക്കുക. നമ്മളെല്ലാവരും സ്വയം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിത് ബേക്ക് ചെയ്തല്ല റെഡിയാക്കുന്നത്, പകരം ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് കഴിഞ്ഞ് അതിലേക്കൊരു 6 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്പൂണിലാണ് ഞാൻ എല്ലാം അളവ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 4 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ, 3 സ്പൂണ് പാല്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സ്പൂണിൽ തന്നെ നമുക്ക് 8 സ്പൂണ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു അല്പം ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒരേ ഡയറക്ഷനിൽ തന്നെ. ഇതിൻ്റെ നേരെ പകുതി ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 സ്പൂണ് പാലും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി എണ്ണ തടവി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് 1 സ്പൂണിൻ്റെ പകുതിയോളം ആദ്യത്തെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അല്പം വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് സ്പ്രെഡ് ആവും നന്നായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഈ ആദ്യത്തെ മിക്സ് അല്പം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 ലെയറോളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഡിസൈൻ കൊടുക്കണം. അപ്പം നമുക്കിതിന് മുകളിലേക്ക് ഒരു കമ്പോ അതുപോലെ തന്നെ സ്ക്യൂറോ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ യൂസ് ചെയ്യാമേ. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഒരു 10-15 മിനിറ്റ് അത്രയും സമയം മതിയാകും. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഞാനൊരു സജഷൻ പറയാം. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇഡലി പാത്രത്തിൽ റെഡിയാക്കി എടുക്കാം, അല്ലാണ്ട് ബേക്ക് ചെയ്ത് നമുക്ക് ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നോക്കിയാൽ വളരെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ മെഷർമെൻറ്റിലൊക്കെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോയിൽ വരാം. ബൈ ബൈ.